നമ്മളെ പൂന്താനം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഖണ്ഡനാമാണ്. അപ്പോൾ രാവിലെ നമ്മളിവിടെ തൊഴാൻ വന്നതാണ്. രാവിലെ വരുമ്പോൾ 8:30. അങ്ങനെ നമ്മൾ തൊഴുത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ കാഴ്ചയാണ്. കച്ചവടക്കാരൊക്കെ വന്ന് ടെൻ്റ് അടിക്കലും പിന്നെ അവരെ ഓരോ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പോകുന്നത് പൂന്താനം ഇല്ലത്തേക്ക് കേട്ടോ. പൂന്താനം അമ്പലത്തേക്ക് വന്നവരാരും പൂന്താനം ഇല്ലം വിസിറ്റ് ചെയ്യാതെ പോവാറില്ല. അത് എത്ര പ്രാവശ്യം ഇവിടെ കണ്ടതാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇല്ലത്തേക്ക് പോകും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. രണ്ട് സൈഡിലും പാടം, നടുകൂടി റോഡ്. ഇതിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഇതാണ് നമ്മളെ വീണ്ടും വീണ്ടും ഇവിടെ എത്തിക്കുന്നത്. ഇതാണ് നമ്മളെ പൂന്താനം ഇല്ലം. ഇതിഹാസ കവിയായ പൂന്താനം നമ്പൂതിരിപ്പാടിനെ അറിയാത്ത ഒരു മലയാളികളും നമ്മൾ ഈ കേരളത്തിൽ ഉണ്ടാവില്ല. അത് നമ്മളെ നാട്ടിലെ കിയാറ്റൂർ പഞ്ചായത്തിലാണ് അറിയുമ്പോൾ ഞമ്മക്കന്നെ ഒരു അഭിമാനം കേട്ടോ. ഇപ്പൊ പിന്നെ ഇത് ഗുരുവായൂരൻ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തുകൊണ്ട് ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് ഇല്ല. അങ്ങനെ നമ്മൾ രാത്രി ഒന്ന് നോക്കുമ്പോൾ ഉടുക്കത്തെ തിരക്ക് കേട്ടോ. പകല് കണ്ട അമ്പലമല്ല, പാളയം കൊണ്ട് അമ്പലം പോലും കാണാനല്ല, അമ്മാതിരി തിരക്കൊക്കെ തിരക്കുണ്ട് പറഞ്ഞാലും ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ ഭിക്ഷ കൊടുത്തിട്ട് ഇവർ വിടാറുള്ളൂ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അങ്ങനെ നമ്മളും വരുന്ന ഭിക്ഷയും വാങ്ങി ഭിക്ഷയും കഴിച്ചിട്ടോ അഖണ്ഡം കാണാൻ ഇറങ്ങിയത്. അങ്ങനെ പോണ വഴിക്കാണ് നമ്മളെ കസിൻ ബ്രദറിനെ കണ്ട്. ഓന് ബാംഗ്ലൂരിൽ നിന്ന് അഖണ്ഡം കാണാൻ വന്നതാണ്. പിന്നെ ഓന്റെ പുതിയ ലുക്ക് കണ്ടിട്ടാണ് നമ്മൾ ഞെട്ടിയത്. പിന്നെ ഓന് നോക്കാത്ത സ്വാമിമാർ പോലും ഇല്ല അവിടെ. കമ്പം മുടി വെട്ടിയത് പാളിയതാണെങ്കിലും ഓനെ സമ്മതിച്ചിരുന്നില്ല. അതാണ് ബാംഗ്ലൂർ സ്റ്റൈൽ എന്നാണ് ഓൻ പറയുന്നത്. പിന്നെ നമ്മൾ അഖണ്ഡം ഒന്നും പറയാല്ല, പൊടി പറയാം, അഖണ്ഡം തന്നെ പറയാം. അത്ര സ്വാമിമാരുണ്ട്, അതിനനുസരിച്ച് പൊടി ഉണ്ട്. അതുകൊണ്ട് നമ്മളെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം പൊടി കാരണം നമുക്ക് വീഡിയോ ഒന്നും അത്ര വലിയ ക്ലാരിറ്റിയിൽ കാണാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ പകല് കണ്ട കച്ചവടക്കാരുടെ ഇങ്ങനെ ഇറങ്ങി. സംഭവം എന്താ വെച്ചാൽ രാത്രിയിൽ ഇതിന്റെ വീഡിയോ എടുക്കുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം.